31 പേജ് അല്ലേ? 31 ഭാഷ്യത്തില് 3 പംക്തി വരെ എത്തി. ഇത്യാദിന എന്നുള്ളത്. കിം പ്രജയാ കരിഷ്യാമോ യേഷാം നോയമാത്മായം ലോക. അതായത് 2 വിഭാഗം ചെയ്തതാണ് പ്രകരണത്തെ. ഒന്ന് സന്യാസികൾക്കായിട്ടുള്ള ജ്ഞാനപ്രകരണവും മറ്റൊന്ന് കാമികൾക്കായിട്ടുള്ള കർമ്മപ്രകരണവും. ഈ ഗ്രന്ഥത്തിലും ഇതേപോലെ തന്നെ സമാന പ്രസംഗം എവിടെയും കാണിച്ചു, ബൃഹദാരണ്യകത്തിലും കാണിച്ചു. ഇനിയും തിരിച്ച് നമ്മൾ ഈ ഉപനിഷത്തിലേക്ക് വരികയാണ്. അതിനു മുന്നേ ടീക്ക നോക്കിക്കോ. ഏവം മന്ത്രപ്രദർശിതേ നിഷ്ഠാദ്വയെ ബ്രാഹ്മണ സമ്മതിം ദർശയിത്വ പ്രകരണ വിഭാഗം ദർശയതി. ഏവം ഇപ്രകാരം മന്ത്രപ്രദർശിതേ നിഷ്ഠാദ്വയെ, മന്ത്രത്താൽ 2 നിഷ്ഠ കാണിച്ചിരുന്നു. ഏതൊക്കെ? കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും. കർമ്മയോഗവും കർമ്മനിഷ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്താ? കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മനിഷ്ഠ അല്ലേ? കാരണം നിങ്ങൾ ഇനി ഗീതയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്നത് കർമ്മയോഗമായിരിക്കും. അതും ഈ പ്രസംഗവും തമ്മിൽ കൂട്ടിക്കെട്ടരുത്. എന്നപ്പോൾ ഏവം മന്ത്രപ്രദർശിത നിഷ്ഠാദ്വയി, ഈ മന്ത്രമായിരിക്കുന്ന ഈശാവാസ്യം, ഈ ഈശാവാസ്യത്തിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന 2 നിഷ്ഠ, കർമ്മനിഷ്ഠ ജ്ഞാനനിഷ്ഠ. ഈ കാര്യത്തിൽ ബ്രാഹ്മണ സമ്മതി നിർദ്ദേശിച്ചത് ബ്രാഹ്മണ ഭാഗമായിരിക്കുന്ന, ഈ മന്ത്രത്തിന്റെ ബ്രാഹ്മണ ഭാഗമായിരിക്കുന്ന ബൃഹദാരണ്യകത്തിന്റെ സമ്മതിയും അറിയിച്ചു, കാണിച്ചു. ദർശയിത്വ. ഇനി എന്താ ചെയ്യുന്നത്? പ്രകരണ വിഭാഗം. ടിപ്പണി 17 നോക്കിയേ. അത്രത്യം എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പ്രകരണത്തിന് വിഭാഗം നടത്തുകയാണ്. അതായത് ഈ ഗ്രന്ഥത്തിലെയും ഇനി നമ്മൾ ഒരിക്കൽ കൂടി പ്രകരണ വിഭാഗം ചെയ്ത് കാണിക്കുകയാണ്. പ്രകരണ വിഭാഗം ദർശയതി. ഈ ഗ്രന്ഥത്തിലെയും പ്രകരണ വിഭാഗത്തെ കാണിക്കുകയാണ്. 31 പേജിൽ ഭാഷ്യത്തിന്റെ 3-ാമത്തെ പംക്തി മുതൽ. ഏതു ജ്ഞാനനിഷ്ഠാഃ സന്യാസിനസ്തേഭ്യോ അസുര്യനാമത ഇത്യാദിന അവിദ്യത് നിന്ദാദ്വാരേണ ആത്മനോ യാഥാത്മ്യം സപര്യഗാദിത്യേതദന്തേർ മന്ത്രേരുപദിഷ്ടം. സപര്യഗാദ് ശുക്രമകായമപൂർണം. ഇത് എവിടെയും കേട്ടിട്ടുണ്ടോ? 9-ാമത്തെ ശ്ലോകം. 9 8. ഏത് ജ്ഞാനനിഷ്ഠാ സന്യാസിന, ആരാണോ ജ്ഞാനനിഷ്ഠന്മാരായിരിക്കുന്ന സന്യാസികൾ. ഇതുപയോഗിച്ചിട്ടാണ് സന്യാസിക്കാണ് ജ്ഞാനത്തിൽ അധികാരം എന്ന് പറയുന്നത്. ഈ സന്യാസി എന്ന് ഉദ്ദേശിച്ചതും എന്തല്ല, ഏത് സന്യാസി ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ സന്യാസ ശബ്ദം വന്നത്. നിരഭ്യാസനം നടത്താത്ത സന്യാസി. അത് തന്നെ. ठीक. ആ സന്യാസിയെ സംബന്ധിച്ച് ജ്ഞാനനിഷ്ഠയൊന്നുമില്ല. ശ്രവണമാനാണ് അതിന്റെ പരമ്പര വരുന്നത്. പൂർവജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ ചെയ്തിരിക്കുന്ന കർമ്മ ഉപാസനകൾ കൊണ്ട് അന്ധകരണം ശുദ്ധമായി, ശുദ്ധാന്ധകരണത്തോടു കൂടിയവന് ശാസ്ത്രത്തിലെ പ്രവൃത്തി, ശാസ്ത്രത്തിൽ പ്രവൃത്തനായവന് ശാസ്ത്രജന്യമായിരിക്കുന്ന പരോക്ഷജ്ഞാനം, ആ പരോക്ഷജ്ഞാനത്തെ അപരോക്ഷതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിരന്തര അനുസന്ധാനം, ബ്രഹ്മാനുസന്ധാനം നടത്തണം എന്നുള്ളതിനാൽ അവൻ സന്യസിക്കുകയാണ്. അതായത് ഏഷണാത്ര പരിത്യാഗം ഉദ്ദേശിച്ചത് മറ്റ് ആശ്രമങ്ങളില് ആ ആശ്രമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ ഇടപെടേണ്ടി വരും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ, മറ്റ് ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് ആശ്രമവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പ്രത്യവായം എന്ന് പറയുന്ന പാപമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തത്തത് ആശ്രമത്തിൽ നിന്ന് സന്യാസം നേരിടുന്നത്. അന്നപ്പോൾ ലേഷണാത്ര പരിത്യാഗാത്മകമായിരിക്കുന്ന സന്യാസം മറ്റ് ആശ്രമങ്ങളിൽ നിന്നും ഭിന്നനാകും. അതുകൊണ്ട് അത് പറ്റി മറ്റ് ആശ്രമങ്ങളിൽ വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ടോ ശ്രവണമനന നിധ്യാസനത്തിൽ മാത്രമേ ഇരിക്കുകയാണത്. അവനാണ് ജ്ഞാനനിഷ്ഠൻ. അല്ലാതെ കേവലം എവിടുന്നെങ്കിലും ദീക്ഷ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേര് അങ്ങനെ ഇട്ടത് കൊണ്ടോ ഇവിടെ സന്യാസിയായിട്ട് ഗണിക്കുന്നില്ല. ठीक है. അപ്പം സന്യാസിക്ക് എന്താ കർത്തവ്യം ഒക്കെ പറഞ്ഞു പോകുന്നത്. സന്യാസിയുടെ കർത്തവ്യം എന്താ? ഞങ്ങൾക്ക് ഒരു കർത്തവ്യം ഇല്ല എന്നാണോ? അല്ല നാട് നന്നാക്കലാണോ? മാനവസേവ, ദവസേവ. എന്താണ് സന്യാസിയുടെ കർത്തവ്യം? ശ്രവണം കുര്യാത്. സന്യസിച്ചിട്ട് ശ്രവിക്കണം എന്ന് പറഞ്ഞാല് ശ്രവണം മനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ശ്ലോകം ഓർമ്മയുണ്ടോ? ത്വം പദാർത്ഥ വിവേകായ സന്യാസ സർവകർമ്മണാം. ത്വംപദാർത്ഥത്തിന്റെ വിവേകത്തിന് വേണ്ടിയാണ് സകല കർമ്മങ്ങളുടെ സന്യാസം വിധിച്ചിരിക്കുന്നത്. അതേപോലെ വേറെയും ശ്ലോകമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ശിഖാസൂത്ര പരിത്യാഗി വേദാന്ത ശ്രവണം വിന വർത്തമാനശ്ചേ സന്യാസി പദത്യവന സംശയ.
ശിഖാസൂക്ത പരിത്യാഗി എന്ന് ഉദ്ദേശിച്ചത് സന്യാസിയില്ല. വേദാന്ത ശ്രവണം വിനാ വർത്തമാനശ്ചേത്, വേദാന്ത ശ്രവണമാണ് നിധിധ്യാസനം ഇല്ലാതെ അവൻ വർത്തിക്കുന്നുവെങ്കിൽ പതതി ഏവ അന്ന സംശയ, അവൻ പതനത്തെ പ്രാപിക്കും, പതിക്കും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. ഈ പതിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്താ? ഏത് ലക്ഷ്യത്തിന് വേണ്ടി വന്നോ അത് സമ്പന്നമാവാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് ജ്ഞാനത്തിന്റെ മുഖ്യ കാരണമാണ് ശ്രവണ മനന നിധ്യാസനവും സന്യാസവും. ഇതേപോലെയാണ് നിങ്ങൾ ഗീതയിൽ ഇതിന്റെ പരമ്പര കെട്ടിവെക്കും. അപ്പോൾ ജ്ഞാനത്തിന്റെ തൊട്ട് മുന്നേ ആണ് ഈ സന്യാസം. അതുകൊണ്ടാണ് സന്യാസിയുടെ ഗ്രന്ഥമാണെന്ന് പറയുന്നത്. കാരണം ഇതിലൂടെ ജ്ഞാനത്തെ അല്ലേ നിരൂപണം നടത്തുന്നത്. അപ്പൊ എന്താ, സന്യാസികൾ കേൾക്കാൻ പാടുണ്ടോ? കേട്ടോളൂ, കേട്ട് ഓക്കെ. അതായത് കേട്ട ശേഷം സന്യസിക്കാം, സന്യസിച്ച ശേഷം കേൾക്കാം, രണ്ടായാലും കുഴപ്പമില്ല. ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. സർവസംഘ പരിത്യാഗം നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഓക്കെ ആകാശനോക്കികളായിട്ട് ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുകയോ ഇല്ലോ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം പറയാണ് ഏതു ജ്ഞാനനിഷ്ഠ സന്യാസിന, ഏതൊരു ജ്ഞാനനിഷ്ഠന്മാരായിരിക്കുന്ന സന്യാസികളുണ്ടോ തെഭ്യോ അവർക്കായിട്ട് എന്ത് പറഞ്ഞു? അസുര്യാനാമ തേ ലോക അന്ധേനത്തം സാവൃതാഹ താം തേ പ്രത്യാഭിഗച്ഛന്തി ഏകേച്ചാത്മഹനോ ജനാഹ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മൂന്നാമത്തെ മന്ത്രം. മൂന്നാം മന്ത്രമാണ് അല്ലേ? അസുര്യാനാമത്തെ ലോകാഹ, അതായത് അസുര്യങ്ങളായിരിക്കുന്ന ലോകങ്ങളെ നാമ എന്നുള്ളത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അനർത്ഥകോ നിപാതമാണ്. അതായത് ജ്ഞാനമില്ല എങ്കിൽ ദേവതാ മുതൽ കീടം വരെയുള്ള അനർത്ഥങ്ങളായിരിക്കുന്ന ജന്മത്തെ പ്രാപിക്കുമെന്ന് കാണിക്കാനാണ് അസുര്യാനാമത്തെ ലോക എന്ന് പറഞ്ഞു തുടങ്ങിയത്. അന്ധേനത്തമസാവൃതാഹ, അവിടെ ജ്ഞാനത്തിന് സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് അന്ധകാരാത്മകമായിരിക്കുന്ന ഈ ലോകങ്ങളെ. കാരണം ദേവതാ ശരീരം പോലും ബ്രഹ്മാകാര വൃത്തിയെ സംബന്ധിച്ച് അസുര്യങ്ങളാകുന്നു. അസുഷു രമന്തേ ഇത് അസുരാഹ തേഷാം സുഭൂത ലോക എന്നുള്ള ശരീരം നിർത്തം ചെയ്യും എന്ന് പറഞ്ഞാല് അജ്ഞാനിയായിരിക്കുന്നവന്റെ ശരീരം നേരിടും എപ്പോൾ? ബ്രഹ്മാകാര വൃത്തി ഇല്ല എങ്കിൽ എന്നാണ് അതിന്റെ സമ്പിഡിതാർത്ഥം അവതരിപ്പിച്ചത്. ഇത്യാദിന മന്ത്രേണ അവിദ്വ നിന്ദാദ്വാരേണ, ഇതിലൂടെ എന്താ ചെയ്തത്? അവിദ്വാനെ നിന്ദിച്ചതാണ്. അത് ദ്വാരമാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഇത് പറയാൻ കാരണം എന്താ? നിന്ദ്യം നിന്ദിതും പ്രവർത്തതി അവിത് വിധേയം സ്തോതും. നിന്ദി ഒരിക്കലും നിന്ദിക്കപ്പെട്ട വസ്തുവിനെ നിന്ദിക്കാനായിട്ട് ഉപയോഗിക്കുന്നതല്ലത്, മറിച്ച് ഏതോ ഒരു വിധേയ വസ്തുവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നിന്ദ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ആയതിനാൽ എന്തർത്ഥം ചെയ്യും? അവിദ്വാനെ നിന്ദിച്ചും കൊണ്ട് നിന്ദിക്കുക വഴി അവിദ്വ നിന്ദാദ്വാരേണ. ഇവിടത്തെ അവിദ്വാൻ ആരാ? ജ്ഞാനനിഷ്ഠനല്ലാത്ത സന്യാസി. സന്യാസി എന്നില്ല, കർമ്മനിഷ്ഠൻ എല്ലാവരും വരുന്നു. സന്യാസിക്ക് കർമ്മനിഷ്ഠ പറഞ്ഞിട്ട് ഞാൻ ആ സന്യാസി എന്നുള്ളതിനെ വിശദീകരിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ബാക്കി കർമ്മിയെ മാറ്റി വെക്കുക. ആ കർമ്മിയെ നിന്ദിച്ചും കൊണ്ടാണ് അവിദ്വ നിന്ദ. ജ്ഞാനമില്ലാത്ത എല്ലാവരും നിന്ദിക്കുന്നുണ്ട്, എല്ലാവരെയും ഒരു ഗ്രൂപ്പിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ മന്ത്രം വരുന്ന നേരം അവിദ്വാനെ നിന്ദിക്കുന്നപ്പോ അവിടെ കർമ്മിയാണ് വിദ്വാൻ. ഓക്കെ, കാരണം രണ്ട് പാർട്ടികളാണ് നിങ്ങൾക്ക്. അകാമിയായിരിക്കുന്ന വിദ്വാനും കാമിയായിരിക്കുന്ന കർമ്മിയുമാണ്. നിന്ദിക്കുക വഴി ആത്മനോ യാഥാത്മ്യം, ആത്മാവിന്റെ യാഥാത്മ്യത്തെ നിരൂപണം നടത്തി. അതായത് മൂന്നാമത്തെ മന്ത്രത്തിലൂടെ നമ്മൾ അവിദ്വാനെ നിന്ദിച്ചും കൊണ്ട്, എട്ടാം മന്ത്രത്തിലൂടെ സപര്യക ചുക്രമകായം വ്രണം അസ്നാവിരം ശുദ്ധമപാപ വിദ്ധം എന്നുള്ള മന്ത്രത്തിലൂടെ സഹ പരമാത്മാ പരി അഗാധ് സർവ്വവ്യാപകനാകുന്നു എന്നും പറഞ്ഞ അതിന്റെ സ്വരൂപ നിരൂപണമാണ് നടത്തിയത്. ആ സ്വരൂപത്തെ നിരൂപിക്കുന്നത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? സ്വരൂപത്തെ മനസ്സിലാക്കാം. മനസ്സിലാക്കിയാലോ താദൃശ അജ്ഞാനം നിവൃത്തമാവും. പിന്നെയോ സ്വരൂപത്തിന്റെ ജ്ഞാനം ഉണ്ടായ ശേഷം ഐക്യജ്ഞാനം വരെ എത്തിയാല് ഐക്യ വിഷയ അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടെ ഈ സംസാരം നഷ്ടപ്പെട്ടു കിട്ടും. ഇതിനു വേണ്ടിയാണ് ആത്മനോ യാഥാത്മ്യം, ആത്മാവിന്റെ സ്വരൂപം, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ എന്ത് പറയും? സ്വരൂപബോധക വാക്യം. സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യമാണിത്, അവാന്തര വാക്യം. ഐക്യബോധകം വാക്യം മഹാവാക്യം, സ്വരൂപബോധക വാക്യം അവാന്തരം വാക്യം. ആത്മനോ യാഥാത്മ്യം, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ, യാഥാത്മ്യം എന്ന് പറയുന്ന യഥാർത്ഥ സ്വരൂപം ഉപദിഷ്ടം ഉപദേശിക്കപ്പെട്ടു. എവിടെ? സപര്യകാദിത്യേത തന്തേർ മന്ത്രേഹി, പല മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. 4 മുതൽക്ക് അങ്ങോട്ടേക്ക് സ്വരൂപ നിർദ്ധാരണം ചെയ്യാണ്. അതിൽ അവസാനത്തെ മന്ത്രത്തെ എടുത്ത് കാണിച്ചിട്ട് പറയാണ്, ഇങ്ങനെ സപര്യകാദ് എന്നതിലൂടെ അവസാനിക്കുന്ന മന്ത്രങ്ങളിലൂടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെയും നമ്മൾ ഇവിടെ നിരൂപണം നടത്തി. അപ്പൊ എന്തൊക്കെ ചെയ്തു? ജ്ഞാനനിഷ്ഠന്മാരായിരിക്കുന്ന സന്യാസികൾക്ക് കിമുപദിഷ്ടം? യാഥാത്മ്യ ഉപദിഷ്ടം. അങ്ങനെയാണ് അണ്യം വരിക. ഏത് ജ്ഞാനനിഷ്ഠാ സന്യാസിന
ഏതൊരു ജ്ഞാനനിഷ്ഠന്മാരായിരിക്കും സന്യാസിമാരുണ്ടോ തേഷാം അവർക്കായിട്ട് ആത്മനോ യാഥാത്മ്യം ഉപദിഷ്ടം, ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉപദേശിച്ചു. എന്തും ചെയ്തുകൊണ്ട്? അവിദ്വാനെ നിന്ദിച്ചും കൊണ്ട്. മനസ്സിലായി? അവിദ്വാനെ നിന്ദിച്ചും കൊണ്ട്. അവിദ്വാനെ നിന്ദിക്കുമ്പോൾ എന്താ ഗുണം? ഈ വ്യക്തി ഇനി കർമ്മത്തിൽ ഇടപെടത്തില്ല, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. തേഹി അത്ര അധികൃതാഹ, ആ സന്യാസന്മാരാണ് ഇവിടെ അധികാരികൾ. ഏതിന്റെ കാര്യത്തിൽ അധികാരികള്? ജ്ഞാനത്തിന്റെ കാര്യത്തിൽ അധികാരികൾ. അതുകൊണ്ട് സന്യാസിക്ക് ശ്രവണ മരണ നിധിധ്യാസനം എന്നല്ലാതെ നാട് നന്നാക്കാനായിട്ട് മാധവസേവ മാധവസേവ എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇതൊക്കെ അതായത് ചില മിഷൻകാർ ചെയ്ത ചതികളാണിത്. സ്വന്തം നിലയ്ക്കോ ബോധമില്ല. എന്നാൽ ഈ സൊസൈറ്റി വെറുതെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച്? ഇപ്പോൾ പലപ്പോഴും ഇതല്ലേ എടുത്തു കാണിക്കുന്നത്. ഞങ്ങളുടെ സേവ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൊള്ളൂ. ആശ്രമത്തിന്റെ സേവാ പരിപാടികൾ. ആശ്രമം സേവിക്കാനായിട്ട് ഇറങ്ങിയാണ്, നാട് എന്നൊക്കെ ഇറങ്ങിയതാണ്. പറഞ്ഞെന്താണ് നിങ്ങളോട്? സന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രവണ മനന നിധിധ്യാസനം നടത്താൻ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് പറയണം തേഹി അത്ര അധികൃതാഹ, അവരാണ് സന്യാസിമാരാണ് ഈ ജ്ഞാനത്തിൽ അധികാരികൾ. ടീക്കെ, പങ്ക്തി കിട്ടിയേ. തേഹി അത്ര അധികൃത, തേക്കേ സന്യാസിനഹ, ബഹുവചനമാണ്. സന്യാസി, സന്യാസിനോ, സന്യാസിനഹ. അപ്പോൾ ഈ ജ്ഞാനത്തിലെ അധികാരികളാണ് സന്യാസി. അത് എപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ? ശ്രവണാദികൾ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വെറും കാഴ്ചക്കാർ മാത്രം. പിന്നെ കാമിന ഇതി, കാമികളല്ല. എന്ത്? അത്ര അധികൃതാഹ എന്ന് കൂട്ടിച്ചേർക്ക്. ഈ ജ്ഞാനകാണ്ഡത്തിലെ അധികാരികൾ കാമികളല്ല. കാമികൾ എവിടെയാണ് അധികാരികളായി മാറുന്നത്? കർമ്മത്തിന്റെ കാര്യത്തിൽ. കർമ്മകാണ്ഡത്തിൽ അധികാരി കാമിയാണ്. നമ്മൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അജ്ഞസ്യ കാമിനഹ കർമാണീതീൻ, അല്ലേ? അപ്പൊ 30-ാം പേജിലെ 1-ാം പങ്ക്തി ഭാഷ്യം കാണും. അജ്ഞസ്യ കാമിന കർമാണീതി, അജ്ഞനായിരിക്കുന്ന കാമിക്കാണ് കർമ്മങ്ങൾ ഉള്ളത്. ഇനിയും ഭാഷ്യം പോവുകയാണെ അതിന്റെ മുന്നേ ഭാഷ്യത്തിന്റെ ടിപ്പണി 7 കാണും. തത്ര പ്രമാണമാഹ, ഈ സന്യാസിമാരാണ് ജ്ഞാനത്തിൽ അധികാരികൾ എന്നുള്ളത് ഭാഷ്യകാരൻ പറഞ്ഞല്ലോ. അതിന് പ്രമാണം കൊടുക്കണ്ടേ? ഭാഷ്യകാരൻ സ്വന്തം നിലയ്ക്ക് അപ്രമാണികമായിരിക്കുന്ന ഒരു കാര്യം വിളിച്ചു പറയത്തില്ല. ശ്രുതി പ്രമാണ സിദ്ധമായിരിക്കുന്ന കാര്യത്തെ ഭാഷ്യകാരൻ അവതരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിനും ഈ പറഞ്ഞതിനും പ്രമാണം കൊടുക്കുകയാണ്. ഭാഷ്യം കണ്ടോ? തഥാച ശ്വേതാശ്വേതരാണാം മന്ത്രോപനിഷതി, ശ്വേതാശ്വേതര ശാഖയുണ്ട്. ഉപനിഷത്തിന്റെ പേര് ശ്വേതാശ്വേതര ഉപനിഷത്ത് എന്നാണ്. ആ ശ്വേതാശ്വേതന്മാരുടെ ഉപനിഷത്തിൽ എന്ന് പറഞ്ഞാല് അത് മന്ത്രഭാഗത്ത് വരുന്നത് കൊണ്ട് ഈശാവാസ്യം പോലെ തന്നെ അത് മന്ത്രോപനിഷത്താണ്. അതിന്റെ സപ്തമ്യന്തമാണ് മന്ത്രോപനിഷതി. മന്ത്രോപനിഷത്തിൽ എന്താ പറഞ്ഞത്? അത്യാശ്രമഭ്യ പരമം പവിത്രം പ്രോവാച സമ്യക് ഋഷിസംഗജുഷ്ടം ഇത്യാദി വിഭജ്യ ഉക്തം. ഏതിനെ വിഭാഗം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്? ജ്ഞാനത്തെയും കർമ്മത്തെയും. ഈ അത്യാശ്രമിഭ്യ എന്ന് തുടങ്ങുന്നില്ലേ? അതിന്റെ 9-ാം നമ്പർ ടിപ്പണി കാണും നിങ്ങൾ. അത്യാശ്രമിഭ്യ കണ്ടോ? തപപ്രഭാവ ദേവപ്രസാദാച്ച ബ്രഹ്മഹശ്വേതാശ്വേതരോ അഥ വിദ്വാൻ. ഇവിടം വരെയാണ് 1-ാമത്തെ 1ഉം 2ഉം പാദമാണ്. ഇതിന്റെ 3ഉം 4ഉം മാത്രമാണ് നമ്മൾക്ക് ഭാഷ്യത്തിൽ കിട്ടുന്നുള്ളത്. അത്യാശ്രമിഭ്യ പരമം പവിത്രം. ഇതിന്റെ തുടക്കം ഇതിന് മുന്നേ തന്നെ കഴിഞ്ഞിരുന്നു. ശ്വേതാശ്വേതരത്തിന്റെ 6-ാം അധ്യായത്തിൽ 20-ാമത്തെ മന്ത്രമാണ്. തപപ്രഭാവാത്, തപസിന്റെ പ്രഭാവം കൊണ്ട്, ദേവപ്രസാദാച്ച, ഈശ്വരന്റെ പ്രസാദം കൊണ്ടും, ശ്വേതാശ്വേതരോ, ഇത് ഇവിടത്തെ ദ്രഷ്ടാവായിരിക്കുന്ന ഋഷിയാണ് ശ്വേതാശ്വേതര. ബ്രഹ്മ വിദ്വാൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ. ഇനി ബാക്കി ഭാഷ്യം കാണും. അത്യാശ്രമിഭ്യ എന്ന് പറഞ്ഞാൽ അതിന്റെയും അത്യാശ്രമിഭ്യ എന്നുള്ളതിന് അർത്ഥം ചെയ്യും സന്യാസാശ്രമിഭ്യ. അതായത് മറ്റു 3 ആശ്രമങ്ങളെ അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് അത്യാശ്രമി ആണ് സന്യാസി. ചില സ്ഥലത്ത് ജ്ഞാനിയാണ് അത്യാശ്രമി എന്ന് പറയും. അതെന്തുകൊണ്ട് എങ്ങനെ വെച്ചത്? സന്യാസി ജ്ഞാനി എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിച്ചെടുത്ത് സംസാരിക്കുക. കാരണം സന്യാസം ജ്ഞാനത്തിന്റെ ഹേതുവായതുകൊണ്ട് സന്യാസത്തിന്റെ അടുത്ത പടിയാണ് ജ്ഞാനം. അതുകൊണ്ട് ഒരേപോലെ പോകത്തുള്ളൂ. പണ്ടേ കുറെ വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിലെ ഒരു മലയാളി ഋഷികേഷില് ഒരു പ്രോഗ്രാമിന് വന്നു. അവിടുത്തെ ഒരു ആശ്രമത്തിന്റെ പ്രോഗ്രാമാണ്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പരിപാടിക്ക് പോയി. അപ്പോൾ അവിടുത്തെ സന്യാസമെടുത്ത് അതിലെ ഗേരു ഒഴിവാക്കി വെള്ളയിട്ട് നിൽക്കുകയാണ് കക്ഷി. അപ്പൊ കക്ഷിയുടെ ചോദ്യം വരുമല്ലോ, ഏത് ഗേരു അങ്ങനെ ഒഴിവാക്കി വെള്ളയിലെത്തി?
സത്യത്തിൽ ഗേറിട്ടാലും വെള്ളയിട്ടാലും എല്ലാം കണക്ക് തന്നെ. പക്ഷേ ചോദ്യം വന്നാൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നില്ലേ? അതിനെയാണ് കക്ഷി ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒരു അത്യാശ്രമിയാണ്. അപ്പൊ എന്റെ കൂടെയുള്ളവൻ എന്നെ തിരിഞ്ഞു നോക്കുക. കാരണം ചില സ്ഥലത്ത് അത്യാശ്രമി എന്ന് പറയാൻ ജ്ഞാനി എന്ന അർത്ഥത്തിലാവുന്നത്. ഇവിടെ ഇപ്പോൾ സന്യാസി എന്നർത്ഥമാണ്. അത്യാശ്രമിഭ്യ, ആശ്രമത്തെ അധികരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാല് മറ്റു 3 ആശ്രമങ്ങളെയും അധികരിച്ചിരിക്കുന്ന ഈ സന്യാസികൾക്കായിട്ട് പരമം പവിത്രം, പരമപവിത്രമായിരിക്കുന്ന, ടിപ്പണി നോക്കിയ പരമം പവിത്രം ആത്മയാഥാത്മ്യമിത്യർത്ഥ, പരമപവിത്രമായിരിക്കുന്ന വസ്തുവാണ് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം. ആ സ്വരൂപത്തെ പ്രോവാച പ്രകർഷേണ ഉവാച. ആരാണ് നിരൂപണം നടത്തുന്നത്? ഈ ബ്രഹ്മത്തെ അറിഞ്ഞ ശ്വേതാശ്വേതര ഋഷി അത്യാശ്രമികൾക്കായിട്ട് ഈ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പറഞ്ഞുകൊടുത്തു. ഇനി ഒരു വിശേഷണം പറയാണ്, സമ്യക് പ്രവാച. സമ്യക് പ്രവാച ഉദ്ദേശിച്ചത് എപ്രകാരമാണോ ബ്രഹ്മാകാര വൃത്തി വരേണ്ടത് ആ രീതിയിൽ അതിനെ തെളിവോടുകൂടി പറഞ്ഞുകൊടുത്തു. നിങ്ങൾക്ക് ഗീതയിൽ കാണാം, മനസ്സിലായോ ചോദിച്ചുകൊണ്ടേയിരിക്കും ആര്? ഗീതാകാരൻ. സംശയം ചോദിക്കുന്നതനുസരിച്ച് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതെല്ലാം കൂടി 700 ശ്ലോകത്തിലെത്തിയത്. അവിടെയും ഞാൻ സന്തുഷ്ടനായി എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ നിൽക്കത്തില്ലായിരുന്നു സംഭവം. അവിടെയും നമ്മൾ ഇതിന്റെ മുന്നേ കണ്ടില്ലേ, മന്ത്രാണാം ജാമിതാനാസ്തി. വസ്തുവിനെ പറഞ്ഞു കൊടുക്കുന്നതില് മന്ത്രങ്ങൾക്കും ആലസ്യമില്ല. അതേപോലെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആചാര്യനും അവിടെ ആലസ്യമില്ല. നിങ്ങൾക്ക് ബൃഹദാരണ്യകത്ത് കാണായിരുന്നു, ഈ യാജ്ഞവൽക്യന് ജനകനല്ലേ കൊടുക്കുന്നത്, ജനകൻ യാജ്ഞവൽക്യന് ദക്ഷിണ വെച്ച് നീട്ടുന്നേരം പറയും, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുത്ത് തൃപ്തനാക്കാതെ ദക്ഷിണ സ്വീകരിക്കാൻ പാടില്ല എന്ന്. ദക്ഷിണ സ്വീകരിക്കുന്ന സമയത്ത് എന്താ സ്വീകരിച്ചു പോകുന്നത്? 1000 പശുക്കളെയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇത്രയും പശുക്കളെയൊക്കെ ഇങ്ങനെ എവിടെ കൊണ്ടിച്ച് കിട്ടിയിരുന്നു? കഥാഭാഗമായിട്ട് മനസ്സിലാക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? ഓരോരോ ചോദ്യത്തിനും 1000 പശു മാത്രമല്ലല്ലോ, പശുവിന്റെ ഓരോരോ കൊമ്പിലും എത്രയോ പവൻ സ്വർണവും കെട്ടിയിട്ടാണ് കൊടുക്കുന്നത്. സ്വർണത്തിന്റെ പൈസയുടെ കാര്യത്തിലല്ല, ഇതൊക്കെ എങ്ങനെ ശുദ്ധീകരിച്ച സ്വർണമൊക്കെ അക്കാലത്ത് ഉണ്ടാക്കി വെച്ചെന്നുള്ളതാണ്. അപ്പൊ ഋഷി സംഘജുഷ്ടം, ജുഷ്ടം എന്ന് പറഞ്ഞാല് സേവിതം നടത്തും. ടിപ്പണി നോക്ക്, ഋഷി സംഘജുഷ്ടം ഋഷിഗണ സേവിതം, ഋഷിഗണങ്ങളാൽ സേവിതമായിരിക്കുന്ന ഏതിനെ? സമ്യക് ജ്ഞാനത്തെ വിഭാഗം നടത്തി പറഞ്ഞു കൊടുത്തു. വിഭജ്യയുക്തം എന്നാണ് ഇതിന്റെ ടിപ്പണി. 32-ാം പേജിലെ ടിപ്പണി 2 ആണ്. അത്യാശ്രമിഭ്യ ഇത്യനേന ജ്ഞാനനിഷ്ഠ അധികൃതാൻ സന്യാസിനഃ കർമ്മനിഷ്ഠ അധികൃതേഭ്യോ ഗൃഹിഭ്യഃ കാമിഭ്യോ അജ്ഞേഭ്യ പൃഥക് കൃത്വ ഇത്യർത്ഥഃ. ഇവിടെ അത്യാശ്രമികൾക്കായിട്ട് വിഭാഗം ചെയ്തു പറഞ്ഞു കൊടുത്തു എന്നാ പറഞ്ഞത് അല്ലേ? ഈ ബ്രഹ്മത്തെ ഈശ്വരന്റെ അനുഗ്രഹത്താല്, സ്വന്തം തപസ്സിന്റെ പ്രഭാവത്താൽ. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തപാദികളൊക്കെ എന്തിനു കാരണമാവുന്നുണ്ട്? ആരെങ്കിലും പറ ബാക്കി. തപാദികൾ എന്തിനു കാരണമാവുന്നുണ്ട്? തപപ്രഭാവ, അതായത് ജ്ഞാനോത്പത്തിക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. തപപ്രഭാവാത് ദേവപ്രസാദാച്ച എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ ആ ശതശത ഋഷിക്ക് ജ്ഞാനോത്പന്നമാവാനുള്ള കാരണമായിരുന്നു സ്വന്തം തപസ്സും ഈശ്വരകൃപയും. ഈശ്വരകൃപ കൊണ്ട് മാത്രമേ ജ്ഞാനോത്പന്നമാവൂ എന്ന് ഇല്ല, നിയമമില്ല. അത് തൈത്തരീയത്തിന്റെ ഭാഷത്തിൽ തന്നെ ഭാഷകാരൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ ഈശ്വരാനുഗ്രഹാദേവ ജ്ഞാനോത്പത്തിർ സംഭവതി. തപസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉപാസനയാണല്ലോ. തപസ് എന്നുള്ള ഉപാസനയല്ല. തപസ് പല വിധത്തിൽ വരും. ഓരോ തപസ്സുണ്ട്. ഏത് തപസ്സായാലും കൊള്ളാം. മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്രം പരമം തപഃ എന്ന് പറയും. മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ ഏകാഗ്രത ആണ് പരമമായിരിക്കുന്ന തപസ്. തദ്ധി തപഃ എന്ന് നിങ്ങൾക്ക് തൈത്തിര്യത്തിൽ കാണാൻ പറ്റുന്നില്ലേ? തപോ തെപ്യത തപത്തത്വ, അതായത് വിചാരാത്മകമായിരിക്കുന്ന തപസ് ഉണ്ട്. പിന്നെ ശരീരത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള കഠിനമായ തപസ് തന്നെയാണ്. അതിലൊരു ശ്രുതിയുടെ ഭാഗമുണ്ട്. ഇതാണത് അനാശകായെന്നും മറ്റുമാണ്. അതായത് ശരീരത്തിനെ പീഡിപ്പിച്ചും കൊണ്ടല്ല തപസ്. ശരീരത്തെ പീഡിപ്പിച്ചത് ചെയ്ത തപസ് എന്നൊക്കെ പറഞ്ഞാൽ രാജസങ്ങളാണ്. അതല്ല, ശരീരത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള തപസ്സുകളാണ് ഗ്രഹിക്കുന്നത്. ഇത് ലാസ്റ്റ് അനാശകായ എന്നാണ്. അപ്പൊ ഭാഷത്തിൽ ഈ അനാശകായ ശബ്ദത്തെ ഉപയോഗിച്ചിട്ട് പറയും
ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇപ്രകാരം വിഭജ്യ ഉക്തം എന്ന് പറയാം. അപ്പൊ ടിപ്പണിയാണ് നമ്മൾ നോക്കുന്നത്. അത്യാശ്രമിഭ്യ ഇത്യാനേന, അത്യാശ്രമികൾക്കായിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാനനിഷ്ഠ അധികൃതാൻ സന്യാസിനഹ, ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരികളായിരിക്കുന്ന സന്യാസികൾക്ക് കർമ്മനിഷ്ഠ അധികൃതേഭ്യോ ഗൃഹേഭ്യ കർമ്മിഭ്യോ അജ്ഞേഭ്യശ്ച പൃഥക്, കർമ്മനിഷ്ഠയ്ക്ക് അധികാരികളായിരിക്കുന്ന ഗൃഹികളായിരിക്കുന്ന ഗൃഹവാസികൾ, ഗൃഹസ്ഥന്മാരായിരിക്കുന്ന കാമികളായിരിക്കുന്ന അജ്ഞന്മാരിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് ഉപദേശിച്ചു എന്നാ പറയുന്നത്. അതാണ് വിഭജ്യോക്തം. രണ്ടും പറയല്ല, അത് ഒന്നാണ് പറയുന്നുള്ളൂ. ഏതിനെ കുറിച്ചാ? ആത്മയാഥാത്മ്യമാണ്. അപ്പൊ വിഭജ്യോക്തം എന്തിനാ പറഞ്ഞത്? ഇത് ഗൃഹസ്ഥന്മാർക്കല്ല, കേവലം സന്യാസികൾക്കായിട്ട് ഉപദേശിച്ചു എന്നാ പറയുന്നത്. കാരണം ഇതിനെ ആരാ സേവിച്ചത്? ഋഷികൾ സേവിച്ചിരുന്നു. ഋഷിസംഘം, ഋഷിയുടെ ഗതി എന്ന് പറഞ്ഞാൽ രണ്ടിലേക്കും ആവും. എന്ന് പറഞ്ഞാൽ ജ്ഞാനകാന്ഡത്തിന്റെ ദ്രഷ്ടാവുണ്ട്, കർമ്മകാന്ഡത്തിന്റെ ദ്രഷ്ടാവുണ്ട്. അപ്പോൾ ഋഷിസംഘത്താൽ സേവിതമായിരുന്ന ഈ ബ്രഹ്മാകാര വൃത്തിയെക്കുറിച്ച് എന്ന് പറയാൻ താദൃശ വൃത്തിയുടെ വിഷയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ശ്വേതാശ്വേതര ഋഷി സന്യാസികൾക്കായിട്ട് ഉപദേശിച്ചു. നിങ്ങള് ടീക്ക നോക്കിയോ 32 ഭാഷ്യത്തിലല്ലേ വന്നത് അത്യാശ്രമിഭ്യ എന്നുള്ളത്. ഇതിന് ടീക്കൽ ഉത്തരം വിശദീകരണം കൊടുക്കുകയാണ്. ഉത്തമ ആശ്രമിഭ്യ ഇത്യർത്ഥ. ഉത്തമാശ്രമം ഏതാണ്? സന്യാസം. സന്യാസം. ഗൃഹസ്ഥാശ്രമല്ലേ ഉത്തമാശ്രമം? നമ്മുടെ താന്ത്രികന്മാർ സ്ഥിരം പറയുന്ന ഒരു പല്ലവിയില്ലേ, യഥാർത്ഥ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സന്യാസിയേക്കാൾ ഉത്തമനാണ് ഗൃഹസ്ഥൻ എന്നുള്ളത്. ഇതെവിടുന്നാ കയറി വരുന്നത് സംഭവം? കേട്ടിട്ടുണ്ടാവൂലേ? ഇത് കേൾക്കാത്ത ആൾക്കാർ ഈ ക്ലാസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഈ പരമ്പരയിൽ തന്നെ അവസാനമായിട്ടാണ് സന്യാസി വരുന്നത്. അതുകൊണ്ട് ഉത്തമമായിരിക്കുന്ന ആശ്രമം എന്നുള്ളത് സന്യാസാശ്രമമാണ്. അല്ലല്ല, അതിനേക്കാൾ ഞങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ട്. അതായത് ഗൃഹസ്ഥന്റെ കർത്തവ്യമാണ് കർമ്മം ചെയ്ത് അന്നവും അതേപോലെ വാസയോഗ്യമായിരിക്കുന്ന സ്ഥലവും ഉണ്ടാക്കിയിട്ട് അന്യ 3 ആശ്രമത്തെയും നിലനിർത്തുക എന്നുള്ളത്. നിങ്ങൾക്കതെല്ലാം തൈത്തിരയത്തിൽ കേൾക്കാൻ. അതുകൊണ്ട് ഗൃഹസ്ഥൻ കഷ്ടപ്പെട്ടും ധനം സമ്പാദിച്ചേ പറ്റത്തുള്ളൂ എന്ന നിയമമുണ്ട്. അവന്റെ ധനത്തിന്റെ ഒരു ഭാഗം അവൻ ഇതിനു വേണ്ടി ചെലവ് ചെയ്യണം. കുറച്ചു മുന്നേ സംസാരിച്ച സമയത്ത് ഒരാൾ പറയുന്നുണ്ട്, കേരളത്തിൽ പറയൂലെ, അതായത് നിങ്ങൾ ഈ അന്നദാനം കൊടുത്താൽ അതിന് പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല, അത് നിങ്ങളുടെ കർത്തവ്യമാണ്. അങ്ങനെയൊന്നുമല്ല. ഏത് നല്ല കാര്യം ചെയ്താലും പുണ്യം കിട്ടും. കാരണം ഇവന് അന്നദാനം ചെയ്യാൻ ഇഷ്ടമല്ല. പല ഇതുണ്ടല്ലോ, പല ഗുരുക്കന്മാരും എന്ന് പറഞ്ഞാല് സോക്കോൾഡ് ഗുരുക്കന്മാർ പറയും, ഞങ്ങൾ സേവ കൊടുക്കുകയാണ് ലോകത്തിന്, അതുകൊണ്ട് ഞങ്ങളുടെ സേവയെ നിങ്ങൾ സഹായിക്കുക. നിങ്ങൾ എങ്ങോട്ട് സഹായിക്കണം? നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. ഇത് ഞങ്ങൾ തീരുമാനിക്കും ആരെയാണ് സഹായിക്കേണ്ടതെന്നുള്ളത്. ഇനി ഭാഷ്യം. ഏതു കർമ്മിണഃ കർമ്മനിഷ്ഠാഃ കർമ്മ കുർവന്ത ഏവ ജിജീവിഷസ് തേഭ്യഃ ഇദം ഉച്യതേ അന്ധം തമ ഇത്യാദി. നിങ്ങളുടെ അടുത്ത മന്ത്രം തുടങ്ങുകയാണ് അങ്ങനെ, അന്ധം തമ പ്രവിശ്യന്തി. അന്ധം തമ പ്രവിശ്യന്തി അവിദ്യാമുപാസതേ തതോ ഭൂയ ഇവതേ തമോ വിദ്യായാകും രഥാഃ. ഈ അവിദ്യാമുപാസതേ, അവിദ്യ എന്ന് ഉദ്ദേശിച്ചത് ഇതിന്റെ ഡീറ്റെയിൽ പിന്നെ പറയാം, ഞാനൊരു പെരിഫറലായിട്ട് പോകുന്നേ ഉള്ളൂ. ആരാണോ അവിദ്യ ഉപാസിക്കുന്നത് എന്ന് പറ, കർമ്മം ചെയ്ത് ജീവിക്കുന്നത്, അവർ അന്ധം തമ പ്രവിശന്തി, ദർശനാത്മകമായിരിക്കുന്ന അജ്ഞാനം കൂടുതലുള്ള, ജ്ഞാനത്തിന് സാധ്യതയില്ലാത്ത ശരീരങ്ങളെ പ്രാപിക്കും. ആരാണോ ഇനി വിദ്യായാകും രഥാഹ. ഇവിടുത്തെ വിദ്യാശബ്ദത്തിന് ഉപാസന എന്നാണ് അർത്ഥം. അത് മുന്നോട്ട് വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ട് ഇവിടെ ഉപാസന അർത്ഥമെടുത്തു. കാരണം സമുച്ചയം വിധിക്കുന്ന സമയത്ത് യോഗ്യങ്ങളായിരിക്കുന്ന വസ്തുക്കൾ തമ്മിൽ സമുച്ചയിക്കാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മാകാര വൃത്തിക്കും കർമ്മത്തിനും തമ്മിൽ സമുച്ചയം നടത്താൻ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇപ്പോൾ വിദ്യാശബ്ദത്താൽ നമ്മൾ ബ്രഹ്മാകാര വൃത്തിയെ ഗ്രഹിക്കത്തില്ല. ഉപാസനയും കർമ്മത്തെയും സമുച്ചയിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള വിദ്യാശബ്ദം കൊണ്ട് ഉപാസനയെ ഗ്രഹിക്കും. അതായത് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാല് രണ്ടിനെയും നിഷേധിക്കും. ഏതിനെ?
കർമ്മത്തെയും ഉപാസനയെയും. ഉദ്ദേശിച്ചത് കേവല കർമ്മത്തെയും കേവല ഉപാസനയാണ് നിഷേധിക്കുന്നത്. അതാണ് നിഷേധത്തിലുള്ള കാരണമാണ് ഈ പറയുന്നത്. അന്ധകാരാത്മകമായിരിക്കുന്ന ലോകത്തെ പ്രാപിക്കും ആര്? കേവല കർമ്മിയും കേവല ഉപാസകനും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? കേവല കർമ്മമോ കേവല ഉപാസനയോ ചെയ്യാൻ പാടില്ല. എന്നാൽ 10ാം മന്ത്രത്തിൽ പറയും കർമ്മത്തിന്റെ ഫലം വേറെയാണെന്നും ഉപാസനയുടെ ഫലം വേറെയാണെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റി? രണ്ടിനും ഫലം ഉണ്ട് എന്ന് അർത്ഥം കിട്ടി. ഫലമുണ്ടായിട്ടും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം നിഷേധിച്ച് ഒഴിവാക്കാനല്ല, മറിച്ച് കേവലന്മാരെ ചെയ്യാതെ സമുച്ചയം വിധാനം നടത്താൻ വേണ്ടിയാണ്. ഇതാണ് ഇതിന്റെ ശൈലി. മൊത്തത്തിലുള്ള കാര്യമാണ്. ഇനി വരാൻ പോകുന്നതിന്റെ രീതി ഞാൻ ഇവിടെ അവതരിപ്പിച്ചെന്ന് മാത്രം. തതോ ഭൂയ ഇവ തന്മോ യൗ വിദ്യായാകും വ്രതാഹ. ആരാണോ കേവല ഉപാസന മാത്രം അനുഷ്ഠിക്കുന്നത് അവരെങ്ങോട്ട് പോകും? കേവല കർമ്മി എത്തിച്ചേർന്ന ലോകത്തെക്കാൾ കൂടുതൽ അന്ധകാരത്തെ പ്രാപിക്കുന്നവർ. അങ്ങനത്തെ ഒരു ഇരുട്ടടഞ്ഞ ലോകം നല്ല ഉദ്ദേശിച്ചത്. അതായത് വിദ്യയുടെ ഫലമായിട്ട് കിട്ടുന്നത് അണിമാതി ഐശ്വര്യങ്ങളായിരിക്കും. ആ ഐശ്വര്യങ്ങളിൽ പ്രലോഭിതനായിക്കൊണ്ട് ഒരിക്കലും ബ്രഹ്മാകാര വൃത്തി കിട്ടാത്ത രീതിയിൽ അധപ്പതിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ ഉപാസനയുടെ ഫലം നല്ലതാണോ മോശമാണോ എന്ന് പറയാം. ചിലർ കരുതും അതെങ്കിലും കിട്ടിയ അതെങ്കിലും വെച്ച് നടക്കാമായിരുന്നു. ഇത് ബ്രഹ്മാകാര വൃത്തിയുടെ ദൃഷ്ടിയിലാണ് ഇത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് എങ്ങനെ ചിന്തിച്ചത് അവനിവിടെ അധികാരി ആവത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ പറയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കണമല്ലോ. ഒന്നെന്ത് പറഞ്ഞു? ജ്ഞാനനിഷ്ഠന്മാരെ പറഞ്ഞു. ടിപ്പണി 3 കാണു. തു ഇതി താവത ജ്ഞാനനിഷ്ഠാ പ്രകരണം പരിസമാപ്യ ഇത്യാദി. തു എന്നുള്ളതിന് മുന്നേ വരെ നമ്മൾ ജ്ഞാനനിഷ്ഠാ പ്രകരണത്തെ പരിസമാപനം നടത്തിച്ചു. ഈ ഗ്രന്ഥത്തിലെ ഇനി എന്ത് പറയണം? കർമ്മനിഷ്ഠന്മാരെ കുറിച്ച് പറയണം. അവിടെയാണ് നമ്മൾ പറയുന്നത് ഏതു കർമ്മിണ. ആരാണോ കർമ്മികൾ, കർമ്മീ കർമ്മിണോ കർമ്മിണ. ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. കർമ്മനിഷ്ഠ, കർമ്മത്തിൽ നിഷ്ഠയുള്ളവർ. അവരെന്ത് ചെയ്യും? കർമ്മ കുറുവന്തേവ ജിജീവിഷസ്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാൻ ഇച്ഛിക്കുന്നവർ. ഇത് നമ്മൾ 2ാമത്തെ മന്ത്രത്തിലൂടെ പറഞ്ഞതല്ലേ. 100 വർഷം ജീവിക്കാൻ ഇച്ഛിച്ചാൽ പോലും അത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഇവിടെ 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് മര്യാദയ്ക്ക് കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുക. കർമ്മവും ജ്ഞാനവും നഷ്ടപ്പെട്ടിട്ട് ഒരു ആശ്രമം ഇവിടെ നിലനിൽക്കുന്നില്ല. മനസ്സിലായോ? ആശ്രമ ബഹിഷ്കൃതനായിട്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. എന്നാൽ ആശ്രമ ബഹിഷ്കൃതന്മാരായിട്ട് ആൾക്കാർ നിൽക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഈ ശ്രുതിയിൽ ചില സ്ഥലത്ത് സന്യാസം വിധാനം നടത്തുന്ന സമയത്തെ അനഗ്നികോവ നിരഗ്നികോവ അഗ്നി ചയനം നടത്താത്തവനാണെങ്കിലും വേണ്ടിയില്ല, ചയനം നടത്തിയിട്ട് വിട്ടുകളഞ്ഞവനാണെങ്കിലും വേണ്ടിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ എന്താണ് ആശ്രമിയെ കുറിച്ച് ഒരു പദമുണ്ട് അവിടെ. അനാശ്രമീന തിഷ്ഠിച്ച ക്ഷണമപി എന്ന് പറയും. ഒരു ക്ഷണം പോലും അനാശ്രമിയായിട്ട് ദ്വിജനിരിക്കാൻ പാടില്ല എന്ന്. പക്ഷേ സന്യാസ സ്ഥലത്ത് അനാശ്രമിയാണെങ്കിലും സന്യാസം എടുക്കാന്ന് പറഞ്ഞു ഇവിടെ. അനാശ്രമി അത്യാശ്രമിയും രണ്ടും രണ്ടാണ്. അനാശ്രമി എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമത്തിലും കയറാതിരിക്കുന്നവനാണ്. അതായത് 25 വയസ്സോടുകൂടി ഗൃഹസ്ഥനാവേണ്ട സമയത്ത് ഗൃഹസ്ഥനായില്ല. 50 ആവുമ്പോഴേക്കും സമയത്ത് വാനപ്രസ്ഥനാവാൻ പോയിട്ട് വാനപ്രസ്ഥനായില്ല. എന്നാൽ ഇതൊന്നും ബാധകമല്ല സന്യാസിയെ സംബന്ധിച്ച്. ആശ്രമത്തിൽ ഇരുന്നാലും വേണ്ടിയില്ല, ഒരാശ്രമത്തിലും ഇല്ലാതിരുന്നെങ്കിലും വേണ്ടിയില്ല, സന്യാസം സ്വീകരിക്കാം. അങ്ങനെയാണ് വിധി വന്നത്. അപ്പൊ നോക്കിയോ, ജിജീവിഷസ് തേഭ്യ ഇതമുച്ചതേ. ആ ജീവിക്കാൻ ഇച്ഛിക്കുന്ന കർമ്മികൾക്കായിട്ടാണ് ഇത് പറയുന്നത്. എന്ത് പറയുന്നത്? അന്ധം ദമ ഇത്യാദി. അതായത് മുന്നോട്ടേക്കുള്ള ഭാഗം ഉണ്ടല്ലോ, കേവല കർമ്മത്തെയും കേവല ഉപാസനയും നമ്മൾ നിഷേധിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അജ്ഞനായിരിക്കുന്ന കർമ്മിക്ക് വേണ്ടിയാണ്. എന്നിട്ട് അവൻ എന്ത് വിധിക്കും? നമ്മള് അജ്ഞനായിരിക്കുന്ന കർമ്മിക്ക് എന്ത് വിധിക്കും? കേവല കർമ്മിയെയും കേവല കർമ്മത്തെയും കേവല ഉപാസനയും നിന്ദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ ആദ്യം പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്, കേവല ഉപാസനയെയും കേവല കർമ്മത്തെയും നിന്ദിക്കുന്നത് സമുച്ചയം വിധിക്കാനായിട്ടാണെന്ന്. ആ പ്രസംഗമാണ് ഈ മന്ത്രത്തിലൂടെ ഇനി ആവിഷ്കരിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കേവല കർമ്മവും ചെയ്യാൻ പാടില്ല, കേവല ഉപാസനയും ചെയ്യാൻ പാടില്ല. കർമ്മിയാണെങ്കിൽ ഉപാസനയും ചെയ്യണം, ഉപാസകനാണെങ്കിൽ കർമ്മവും ചെയ്യണം എന്ന് പറയുന്ന അർത്ഥം അങ്ങനത്തെ ഒരു ഉപാസകനെന്നോ കർമ്മിയെന്നോ നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മി എങ്ങനെയായിരിക്കും? കർമ്മസഹിത ഉപാസകനായിരിക്കും.
ഒരു ഉപാസകനെ എങ്ങനെയായിരിക്കും? ഉപാസന സഹിത കർമ്മിയായിരിക്കും അവൻ. അങ്ങനെയേ ഉള്ളൂ, വേറൊരു വിഭാഗമില്ല. ഇത് നിങ്ങളുടെ നിയമമാട്ടോ. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഉപനിഷത്തിലും ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവച്ച് കാണൂലേ. ഇനി ഈ ഉപാസന എങ്ങനെ പറഞ്ഞു പോത്തുള്ളൂ. ശരി, അത് ചാന്തോക്യം, ബൃഹദാരണ്യകം, ഇതിലൊക്കെ ഇഷ്ടംപോലെ ഉപാസന ആദ്യകാലത്ത് കയറി വരും. ഇതെല്ലാം നിയമം നോക്കിക്കഴിഞ്ഞാൽ ഒന്നിച്ച് ചെയ്യേണ്ട സാധനമാണ്. ഇനി ബാക്കി നിയമങ്ങൾ നിങ്ങൾക്ക് ബ്രഹ്മസൂത്രത്തില് മൂന്നാം അധ്യായത്തിൽ കാണാം എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നപ്പോൾ ജിജീവിഷുവിനായിട്ട് അന്ധന്തമ എന്ന് തുടങ്ങി. ഇനി ചോദ്യം ഉന്നയിക്കുകയാണ്, കഥം പുനരേവം അവഗമ്യത, ഇതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ ഭാഗത്തിന് തെളിച്ചമില്ലല്ലേ? അതുകൊണ്ട് നിങ്ങൾ 7ാമത്തെ ടിപ്പണി കാണും. കഥം പുനരിതി കർമ്മനിഷ്ഠേഭ്യ ഏവ ഇദം പ്രകരണം പ്രാരഭ്യതേ നതു സർവേഭ്യ ഇതി തു കഥം അവഗമ്യത. ഈ പ്രകരണം ഏത് പ്രകരണമാണ്? നമ്മൾ 9ാമത്തെ മന്ത്രം മുതൽ 18ാം മന്ത്രം വരെ നീളുന്ന അന്ധന്തമ പ്രവിശന്തി ഏ വിദ്യാമുപാസതേ എന്നുള്ള മന്ത്രം മുതൽക്ക് തുടങ്ങുന്ന ഈ പ്രകരണം ഉണ്ടല്ലോ, ഇത് സാമാന്യമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാല് ആർക്കും ഉള്ളതല്ല, മറിച്ച് കർമ്മിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നാണ് ചോദ്യം. ഇതം പ്രകരണം പ്രാരബ്ധേ കർമ്മനിഷ്ഠേഭ്യ ഏവ, ഈ പ്രകരണം കർമ്മനിഷ്ഠന്മാർക്ക് മാത്രമായിട്ടാണ് ആരംഭിക്കുന്നത്. നത് സർവേഭ്യ, സർവർക്കും വേണ്ടിയല്ല എന്ന് പറഞ്ഞാല് സന്യാസിക്കും കൂടി വേണ്ടിയല്ല. ഇതിതു കഥം അപഗതം, നിങ്ങൾക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലായി എന്നാണ് പൂർവപക്ഷിയുടെ ചോദ്യമാണിത്. കഥം ഭാഷത്തില് പുനഃ വാക്യാലങ്കാരമാണ്. ഏവം അവഗമ്യത, ഏവം എന്ന് പറയുന്ന ഇപ്രകാരം. ഇപ്രകാരത്തിന്റെ അർത്ഥം എന്താ? ഏവം എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ടിപ്പണി വായിച്ചിട്ടാണ് ചോദിച്ചത്. ആ ഏവത്തിന്റെ അർത്ഥം എന്താ? പ്രകരണം പ്രാരഭ്യതേ നതു സർവേഭ്യഃ ഇതി തു. എന്റെ അർത്ഥം എന്താ? ഈ പ്രകരണം കർമ്മനിഷ്ഠന് വേണ്ടിയാണ്. മുന്നോട്ട് പറ. ഈ പ്രകരണം എല്ലാവർക്കും വേണ്ടിയല്ല, മറിച്ച് കർമ്മികൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ചോദ്യം. കഥം പുനരേവം അവഗമ്യതേ നതു സർവേഷാമിതി, ഇവിടം വരെയാണ്. ഈ കാര്യം എങ്ങനെയാണ് മനസ്സിലാവുന്നത്? സർവർക്കുമല്ലോ അല്ലെന്ന് എന്ന് പറ. കേവല കർമ്മിക്ക് മാത്രം വേണ്ടിയാണ് ഈ പ്രകരണം. അന്ധന്തമ എന്ന് മുതൽക്ക് തുടങ്ങുന്ന പ്രകരണം കേവല കർമ്മിക്ക് വേണ്ടി മാത്രമാണ്, സന്യാസികൾക്കും കൂടി അതിൽ അധികാരമില്ല, അതിന്റെ ബന്ധപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി. ഇത് ഇവിടം വരെ ചോദ്യം. ഉച്യതേ, ഇതിന് ഉത്തരം പറയാണ്. അകാമിനഃ സാധ്യ സാധന ഭേദ ഉപമർദ്ദേന യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് വിജാനതഃ തത്ര കോ മോഹ കശ്യോക ഏകത്വമനുപശ്യത ഇതി യദ് ആത്മീകത്വ വിജ്ഞാനം തന്ന കേനചിത് കർമ്മണ ജ്ഞാനാന്തരേണ വാ ഹി അമൂഢഃ സമുച്ചിചീഷതി. സമുച്ഛേദം ഇച്ഛതി സമുച്ചിചീഷതി. സമ്യക് ഇതി സം എന്ന സമ്യക് എന്നുള്ള അർത്ഥമാണ് സം. സമുച്ചയം ചെയ്യാൻ ഇച്ഛിക്കുന്നു. എവിടെയാണ്? അകാമിനഃ, കാമന ഇല്ലാത്തവന്. ഇത് ടിപ്പണിയില് അകാമിനഃ ജാനത്തെ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വലിയ ജടിലമായിരിക്കുന്ന അന്വയമാണ്. കാരണം കാമി, കാമിനോ, കാമിനഃ എന്ന് പ്രഥമ ബഹുവചനത്തിലും പഞ്ചമി ഷഷ്ടി ഏകവചനത്തിലും കാമിനഃ കാമിനഃ തന്നെ വരിക. അപ്പം അകാമിനഃ എന്ന് വന്നു കഴിഞ്ഞാൽ അതും സമാനം തന്നെ. പ്രഥമ ബഹുവചനത്തിലും വരും, പഞ്ചമി ഷഷ്ടി ഏകവചനത്തിലും വരും. അപ്പം ടിപ്പണികാരൻ കുറെ വളച്ചു കിട്ടി അന്വയം പോകുന്ന സമയത്ത് അകാമിനഃ എന്നുള്ളത് പ്രഥമ ബഹുവചനം എടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് നമുക്ക് ഷഷ്ടിയിൽ അന്വയിച്ചു കൊണ്ടുപോകാം. അകാമിനഃ, അകാമിക്ക് എന്ത് ചെയ്തു? ആത്മീകത്വ വിജ്ഞാനം ഉക്തം. അകാമിയായിരിക്കുന്ന സന്യാസിക്ക് ആത്മീകത്വ വിജ്ഞാനം ശ്രുതിയാൽ പറയപ്പെട്ടു. എങ്ങനെയാ ചെയ്തത് എന്നുള്ളതാണ് ഇടയ്ക്ക് പറയുന്നത്. സാധ്യ സാധന ഭേദ ഉപമർദ്ദേന. ഇതിന്റെ ടീക്ക് ഒന്ന് നോക്കിയേ. സാധ്യ സാധന ഭേദ ഉപമർദ്ദേന ഇത് ആത്മീകത്വ വിജ്ഞാനം. ഇത്രയും ഭാഗം മതിയേ, കാരണം ഇതിലാണ് ടിപ്പണി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ടീക്കയും വായിച്ചത്. സാധ്യവും സാധനവുമായിരിക്കുന്ന ഭേദങ്ങളുടെ നിരാകരണം നടത്തിക്കൊണ്ട്. ഇതെന്താണ് സാധ്യസാധനം? ഇത് ടിപ്പണി നോക്കിയേ പറ്റത്തുള്ളൂ. 13 നമ്പർ ടിപ്പണി നോക്ക്. 13 14 നോക്ക്. സാധ്യ സാധന ഭേദോ ഉപമർദ്ദേനേതി. സാധ്യം മുക്തിഫലം പോമേട്ടോ. സാധ്യം എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ മുക്തി ആയിരിക്കുന്ന ഫലം. ജ്ഞാനകർമ്മ സമുച്ചയശ്ച തസാധനം. ജ്ഞാനവും കർമ്മവും സമുച്ചയിച്ച് ചെയ്യുക എന്നുള്ളതാണ് മുക്തിയുടെ കാരണം. ഈ പറഞ്ഞത് ശരിയാണോ?
മുക്തിയുടെ കാരണം സമുച്ചിതമായിരിക്കുന്ന ജ്ഞാനകർമ്മങ്ങളാണോ? അല്ല. അല്ല. അപ്പൊ ഇതിന് നിഷേധിക്കണ്ടേ? വേണം. വേണം. ജ്ഞാനത്തിന്റെ കാരണമല്ലേ കർമ്മം? മുക്തിയുടെ കാരണമല്ലേ കർമ്മം? അല്ല. 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 മുക്തിയുടെ കാരണം ജ്ഞാനമാണോ? അതെ. ആണ്. ജ്ഞാനത്തിന്റെ കാരണം കർമ്മല്ലേ? സർവാപേക്ഷാദി യജ്ഞാതി ശുദ്ധ രസ്യവത എന്നുള്ള ന്യായാനുസാരം സകല ആശ്രമ കർമ്മങ്ങളുടെ അപേക്ഷയുണ്ട് ജ്ഞാനോത്പത്തിക്ക്. പക്ഷെ ജ്ഞാനം ഉത്പന്നമായി കഴിഞ്ഞാൽ മുക്തി എന്നുള്ള ഫലം കൊടുക്കാൻ ആ ജ്ഞാനം ഒരിക്കലും കർമ്മത്തെ ആശ്രയിക്കുന്നില്ല. കാരണം മുക്തി എന്നുള്ള ഫലം നൽകിക്കൊണ്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത് പോലും. ഇരുട്ടിനെ അസ്തമിപ്പിച്ചിട്ട് വെളിച്ചം ഉണ്ടാകുന്നത് പോലെയാണ് ജ്ഞാനം ഉണ്ടാവുന്നപ്പോൾ തന്നെ അജ്ഞാനത്തെ അവിടെ നശിപ്പിക്കും. അജ്ഞാനത്തിന്റെ നാശകനായിക്കൊണ്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത്. ആ അജ്ഞാനം നഷ്ടപ്പെടുന്നതോടുകൂടി ബന്ധനമായിരിക്കും സംസാരം നഷ്ടപ്പെടും. അത് തന്നെയാണ് മുക്തി. സാധ്യം മുക്തി ഫലം. സാധ്യം എന്നുള്ളത് മുക്തിയായിരിക്കുന്ന ഫലം. അതിന്റെ സാധനമായിട്ട് പൂർവപക്ഷി എന്താ കണക്കാക്കുന്നത്? ജ്ഞാനകർമ്മ സമുച്ചയശ്ച തസാധനം. ജ്ഞാനകർമ്മ സമുച്ചയം, സമുച്ചിതമായിരിക്കുന്ന ജ്ഞാനകർമ്മങ്ങളാണ് മുക്തിക്ക് സാധനം. ഇത്യേവമാദി ഭേദ അവഗാഹി ധി. ഇപ്രകാരമുള്ള ഒരു ഭേദത്തെ ഗ്രഹിക്കുന്ന ബുദ്ധിയുണ്ട്. ഇതിന്റെ ബാധകനാണ് ആര്? ജ്ഞാനം. ഏത് ജ്ഞാനം? യസ്മിൻ സർവാണി ഭൂതാനി എന്ന് മുതൽക്ക് തുടങ്ങുന്ന ശ്രുതികളിലൂടെ ഉത്പന്നമാവുന്ന ജ്ഞാനം എന്ത് ചെയ്യും? സാധ്യസാധന ഭേദത്തെ നശിപ്പിക്കും. അല്ലാതെ കാരണം സാധ്യസാധനം എന്നുള്ളതിനെ വേറെ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാല് സാധനം എന്ന് പറയാ ഹേതു, സാധ്യം എന്ന് പറയാ ഫലം. ശരിയാണ്. ജ്ഞാനം ഉത്പന്നമാവുമ്പോൾ സർവ്വജഗത്തിനെ നിഷേധിക്കുന്നതുകൊണ്ട് സാധ്യ സാധനമായിരിക്കും ജഗത്തിനെ നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ പങ്ക്തി അന്വയിക്കാമായിരുന്നു. സിമ്പിളായിട്ട് അന്വയിച്ചു പോകാം. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം സമുച്ചയമാണെന്നിരിക്കെ, അതായത് പൂർവപക്ഷിയുടെ ഉദ്ദേശം സമുച്ചയവും നമ്മൾക്ക് ഉദ്ദേശ സമുച്ചയത്തിന് നിരാകരണവുമായിരിക്കെ നമ്മൾ ശ്രുതിയിലൂടെ ആത്മാകാര വൃത്തിയെ പ്രദാനം ചെയ്യുകയും ആ ആത്മാകാര വൃത്തി അജ്ഞാനം നശിപ്പിച്ചുകൊണ്ട് മുക്തിക്ക് കാരണമാകുമ്പോൾ ആ ജ്ഞാനം കർമ്മത്തെ ആശ്രയിക്കത്തില്ല എന്ന് ശ്രുതിയിലൂടെ തന്നെ വെളിവാക്കുന്നത് കൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യസാധന ഭേദത്തെ നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അർത്ഥം കിട്ടണം. കുറച്ച് ജടിലമായിരിക്കുന്ന അന്വയമാണ് ടിപ്പണിയിൽ വെച്ച് അന്വയിച്ചാൽ. ഭാഷ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നുമില്ല. ठीक സാധ്യം എന്നുള്ളത് ഫലം, സ്വർഗാദി ഫലം. സാധനം എന്നുള്ളത് യാഗാദികൾ. ഇതിനെ രണ്ടെണ്ണത്തിനെയും നശിപ്പിച്ചും കൊണ്ടാണ് ബ്രഹ്മാകാര വൃത്തി ഉത്പന്നമാവുന്നത്. ആ രീതിയിൽ അന്വയിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ സാധ്യം എന്നുള്ളത് മുക്തിഫലം, സാധനം എന്നുള്ളത് സമുച്ചയം. ഇതിന് ഉപവർത്തനം നടത്തുക എന്ന് പറഞ്ഞാല് ശ്രുതി ശരിക്കും സാധ്യം ഏതാണ് സാധനം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും സാധന രൂപത്തില് സമുച്ചയം വരത്തില്ല, അതിന്റെ സാധ്യരൂപത്തില് കൈവല്യവും വരത്തില്ല. ठीक അതുകൊണ്ടാണ് അതിന്റെ ഉപവർത്തനം നടത്തുന്നു, നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അഗാമിയെ സംബന്ധിച്ച് അഗാമിക്ക് എന്ന് പറയുന്ന സന്യാസിക്ക് സാധ്യസാധന ഭേദത്തെ ഉപമർദ്ദനം നടത്തിക്കൊണ്ട്, അതായത് കൈവല്യത്തിന്റെ കാരണമാണ് സമുച്ചയം എന്നുള്ള ഒരു ബുദ്ധിയെ നശിപ്പിച്ചും കൊണ്ട് ആര്? ഈ ശ്രുതിജന്യ ജ്ഞാനം. അപ്പൊ ഏതാ ശ്രുതി? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ ഭൂത് വിജാനതഃ തത്ര കോമോഹ കശോക ഏകത്വമനുപശ്യതഃ. ഏതാ ശ്രുതി എന്നറിയോ? ഏഴാമത്തെ മന്ത്രമായിരുന്നു അത്. യസ്മിൻ എന്ന് പറയാം. യസ്മിൻ കാലേ യസ്മിൻ ആത്മനി എന്ന് അർത്ഥം ചെയ്യും. എന്ന് പറഞ്ഞാല് ജ്ഞാനം ഉണ്ടാവുന്ന സമയത്ത് ആ ആത്മാവിൽ, ആ വ്യക്തിയിൽ സർവം ആത്മൈവ ഭൂത്, സകലവും ആത്മാവായിരിക്കുന്നുവോ. സകലവും ആത്മാവായി കഴിഞ്ഞാല് ആ ജ്ഞാനിക്ക് ആത്മഭിന്നമായിട്ട് ഏതെങ്കിലും വസ്തു ഇരിക്കുകയോ? ഇരിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ശോകത്തിനും മോഹത്തിനും കാരണമായിട്ട് ഏതെങ്കിലും വസ്തു ഉണ്ടോ? ഇല്ല. അന്നപ്പം ചോദിക്കാണ് തത്ര എന്ന് പറഞ്ഞാൽ ആത്മാകാര വൃത്തി നേരിട്ടിരിക്കുന്ന ആ ജ്ഞാനിയെ സംബന്ധിച്ച് ആ ആത്മാകാര വൃത്തി ഉണ്ടാവുന്ന വേളയിൽ കോ മോഹ, ഇത് ആക്ഷേപം പറയാണ്. എന്ത് മോഹം? കശോക, എന്ത് ശോകം? ആ ഈ ശോകമോഹങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഏകത്വം അനുപശ്യത. അനു എന്ന് പറഞ്ഞ പശ്ചാത്തലം. ആചാര്യ ഉപദേശാനന്തരം ഏകത്വം പശ്യത, ഐക്യം അറിഞ്ഞവനെ സംബന്ധിച്ച്. കണ്ടോ, ഏകത്വം എന്നുള്ള ഐക്യം വരെ എത്തണം. ഐക്യജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ നാശകം. അപ്പൊ ഐക്യജ്ഞാനത്തോടുകൂടി ശോകമോഹങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നവന് എന്ത് മോഹം എന്ത് ശോകം എന്നുള്ള ശ്രുതിയിലൂടെ പശ്യത, അറിയുന്നവന് എന്നല്ല പറഞ്ഞത്. അപ്പൊ അറിവാണ് എന്തിനു കാരണം? ശോകമോഹത്തിന് കാരണം. ഈ ശോകമോഹങ്ങളുടെ കാരണം എന്തായിരുന്നു? അവിദ്യയായിരുന്നു. അപ്പൊ അറിവോടുകൂടി അവിദ്യ നഷ്ടപ്പെട്ടതിനാൽ ശോകമോഹമായിരിക്കും സംസാരം നഷ്ടപ്പെട്ടു. അപ്പോൾ സംസാര നാശമായിരിക്കുന്ന ഈ മുക്തിക്ക് കാരണം എന്താ?
ജ്ഞാനമാണ്, എന്തല്ല? കർമ്മസഹിത ജ്ഞാനമല്ല. അതുകൊണ്ടാണ് ടിപ്പണികാരൻ ഇത്രയും നീട്ടിക്കൊണ്ടുവരുന്നത്. ഇത് ഏകത്വ വിജ്ഞാനം, ഈ ശ്രുതിയിലൂടെ ഏതൊരു ആത്മേകത്വ വിജ്ഞാനം നിരൂപിതമായോ തത് ആ ആത്മേകത്വ വിജ്ഞാനം കേനചിത് കർമ്മണ ജ്ഞാനാന്തരണവ. കേനചിത് എന്ന് ഉദ്ദേശിച്ചത് അത് ശ്രൗതമായിരിക്കുന്ന കർമ്മമായിരിക്കട്ടെ, സ്മാർത്ഥമായിരിക്കുന്ന കർമ്മമാട്ടെ. ശ്രുതിയിലും പ്രതിപാദിച്ച കർമ്മങ്ങളുണ്ട്, സ്മാർത്ഥങ്ങൾ എന്ന് പറയുന്ന സ്മൃതിയിൽ പ്രതിപാദിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്. അത് ഏതുവിധ കർമ്മമാണെങ്കിലും ജ്ഞാനാന്തരണവ. ടിപ്പണി ഒന്ന് നോക്കിയേ. മാദ്ഭുതി ജ്ഞാനസ്യ കർമ്മണ സമുച്ചയോ. ജ്ഞാനത്തിന് കർമ്മമായിട്ട് സമുച്ചയം ഇല്ലാതിരിക്കട്ടെ. ജ്ഞാനേനത്തു സംഭവതി സാജാത്യാത്. ജ്ഞാനത്തിന് ജ്ഞാനമായിട്ട് സമുച്ചയം സംഭവിക്കത്തില്ലേ എന്ന് പറയാം. ജ്ഞാനത്തിന് ഉപാസനയായിട്ട് സമുച്ചയം പാടില്ലേ? സമാന ജാതീയത്തിൽപ്പെട്ടതല്ലേ? അന്ധം തമ ഇത്യാദുച്ച വിദ്യ ആത്മേകത്വ വിജ്ഞാനം അവിദ്യാച ഉപാസനാത്മകം ജ്ഞാനം വിവക്ഷിതം. അതസ്തു ഏവം വിപര്യസ്തോ അനുകമ്പയ ആഹ ജ്ഞാനാന്തരേണ. അന്ധന്തമ ഇത്യാദി സ്ഥലത്ത് അന്ധന്തമ ഇത്യാദുച്ച വിദ്യയുടെ അർത്ഥം എന്താ? ആത്മേകത്വ വിജ്ഞാനം. ശരിക്കും ആത്മേകത്വ വിജ്ഞാനം ഇത് പൂർവക്ഷി പ്രസംഗമാണ്. അന്ധന്തമ ഇത്യാദുച്ച വിദ്യ ആത്മേകത്വ വിജ്ഞാനം. അവിദ്യാച്ച ഉപാസനാത്മകം. അവിദ്യ കൊണ്ട് ഉദ്ദേശിച്ചത് ശരിക്കും അവിടെ കർമ്മമാണ്. ഇവിടെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഉപാസനാത്മക ജ്ഞാനം. അവിടെ വിദ്യക്ക് ഉപാസന എന്നും അവിദ്യക്ക് കർമ്മം എന്നാണ്. ഇവിടെ ആക്ഷേപം ചെയ്യുന്നത് കൊണ്ട് എന്ത് പറഞ്ഞു? അവിദ്യക്ക് ഉപാസന എന്നും വിദ്യക്ക് ആത്മേകത്വ വിജ്ഞാനം എന്ന് അർത്ഥം എടുത്തു. വിജ്ഞാനാത്മകം ജ്ഞാനം വിവക്ഷിതം. അതസ്തു ഏവം വിപര്യസ്തോ. ഇപ്രകാരം ഭ്രമിച്ചിരിക്കുന്നവനോട് പറയാണ് അനുകമ്പയ ആഹ. അനുകമ്പയോടുകൂടി ഭാഷ്യകാരൻ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ എടുക്കരുത്. എന്താ ഭാഷ്യം കാണു? ജ്ഞാനാന്തരേണ വാഹി അസമ്മൂഢ ചിജീഷതി. അതായത് ഈ ആത്മേകത്വ വിജ്ഞാനം അതിന് ജ്ഞാനാന്തരം എന്ന് പറയുന്ന ഉപാസനാന്തരത്തോടും സമുച്ചയം ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന കർമ്മത്തോടും ഈ ആത്മേകത്വ വിജ്ഞാനത്തിന് സമുച്ചയമില്ല. അന്യ ഉപാസനയോടും ആത്മേകത്വ വിജ്ഞാനത്തിന് സമുച്ചയമില്ല. കാരണം സംബന്ധിതമായിട്ട് ഇപ്പം പറഞ്ഞുതരാം, ബാക്കി ടീക്കയിലും ഭാഷ്യത്തിലായിട്ട് വരും. ഈ ആത്മേകത്വ വിജ്ഞാനം ഉത്പന്നമാവുന്നതോടുകൂടി അജ്ഞാനം നഷ്ടപ്പെട്ടു പോയതിനാൽ അജ്ഞാനജന്യമായിരിക്കുന്ന ഒരു കർത്തൃത്വം ആ വ്യക്തിയിൽ, ജ്ഞാനിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് കർത്തൃത്വത്തോടു കൂടി മാത്രമേ കർമ്മം ഉപാസനയും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതിനാൽ കർത്തൃത്വം നഷ്ടപ്പെട്ട ജ്ഞാനിക്ക് ഇനി കർമ്മത്തിലോ ഉപാസനയിലോ ഇടപെടാൻ പറ്റത്തില്ല. പലപ്പോഴും പലരുടെയും ആശങ്കയുണ്ട്. അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ ക്ലാസ് എടുക്കുന്ന പലരും ശിഷ്യന്മാരുടെ അടുത്ത് ജ്ഞാനിയാണ് എന്നുള്ളൊരു ഛലപ്രയോഗം നടത്തും. അന്നപ്പോൾ പക്ഷെ ഇങ്ങേര് പല കർമ്മകാണ്ഡത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ചോദിച്ചാൽ പറയും, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേ, അന്ധക്കരണം ശുദ്ധമാകട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് തള്ളിക്കളയും. പാവങ്ങൾ ഇത് കേട്ടിട്ട് സത്യമല്ലേ എന്ന് കരുതും. വാസ്തവത്തിൽ ജ്ഞാനിയെ സംബന്ധിച്ച് ഈ തള്ളു എന്ന് പറയുന്ന സംഭവമേ വരത്തില്ല. കാരണം ആരുടെ മുന്നിൽ തള്ളി നീക്കാനാണ് സംഭവം ഉള്ളത്. ठीक എന്നേക്കുമായി ജഗത് അസ്തമിച്ചു പോയ വ്യക്തിക്ക് ആരെ കണ്ടിട്ടാണ് ഇത്രയും തള്ളേണ്ടത്? ഇങ്ങനെയൊക്കെ തള്ളുന്നവരെ മനസ്സിലായിക്കോളുക, അജ്ഞാനി ജ്ഞാനിയുടെ വേഷം കെട്ടാൻ ശ്രമിക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് പറയാണ്, ഒരു അമൂഢനാലും മൂഢന് ചെയ്യാൻ പറ്റും എന്ത്? ആത്മീയത്വ വിജ്ഞാനത്തെ കർമ്മമായിട്ടോ സമുച്ചയമായിട്ടോ കർമ്മമായിട്ട് സമുച്ചയം ചെയ്യാനോ, ജ്ഞാനാന്തരം എന്ന് പറഞ്ഞാൽ ഉപാസനയായിട്ട് സമുച്ചയം ചെയ്യാൻ പറ്റും. പക്ഷേ മൂഢനല്ല എങ്കിൽ എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിന്റെ അറിവുള്ളവനാണെങ്കിൽ ഒരിക്കലും ജ്ഞാനിക്ക് അവനുണ്ടായിരിക്കുന്ന ജ്ഞാനവുമായിട്ട് കർമ്മത്തിന്റെ സമുച്ചയമോ ജ്ഞാനത്തിന്റെ സമുച്ചയമോ അംഗീകരിക്കത്തില്ല. ജ്ഞാനാന്തരണവ അസമ്മൂഢ സമുച്ചേദം ഇച്ഛരീതി സമുച്ചിചീഷതി, സമുച്ചയം നടത്താൻ ഇച്ഛിക്കുന്നില്ല. ഇത്രയും ഭാഗം നിങ്ങളൊന്ന് ടീക്ക നോക്കുക. സാധ്യ സാധന ഭേദ ഉപമർദ്ദന. സാധ്യം എന്താണ് ഇവിടെ? അകം പറ. സാധ്യം എന്താണ്? സാധനം എന്താണെന്ന് പറഞ്ഞേ. മുക്തി സാധ്യം, സാധനം ജ്ഞാനകർമ്മ സമുച്ചയം. ഇതിന്റെ ഭേദത്തിന് ഉപവർദ്ധനം നടത്തിക്കൊണ്ട് ഏത് ആത്മേകത്വ വിജ്ഞാനം, യാതൊരു ആത്മാവിന്റെ ഏകത്വ വിജ്ഞാനം ഉണ്ടോ? ഈ ആത്മേകത്വ വിജ്ഞാനം ശബ്ദത്തിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ശരിക്കേ ആ ജ്ഞാനത്തോടുകൂടി നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ജ്ഞാനിയെ സംബന്ധിച്ചും ജ്ഞാനിക്ക് അജ്ഞാനം നഷ്ടപ്പെട്ടതിനാൽ പിന്നെ കർമ്മം വരത്തില്ല. നമ്മളായിരിക്കുന്ന അജ്ഞാനിക്ക് ഈ ശ്രുതിവാക്യത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാവും. പശ്യതഹ എന്ന് പറഞ്ഞാൽ കാണുന്നവന് എന്നവർ അറിയുന്ന അകാമിയായിരിക്കുന്ന സന്യാസിക്ക് ശോകവും മോഹവും ഇല്ല. ठीक അപ്പൊ ശോകമോഹ രാഹിത്യമാണ് സംസാര രാഹിത്യം. ആ സംസാര രാഹിത്യമാണ് കൈവല്യം. അതിന്റെ കാരണമായിട്ട്
പശ്യതഹ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞ ദർശനത്തെയാണ് പറഞ്ഞത്. ആ സ്ഥലത്ത് നമ്മൾ കർമ്മത്തെയോ ഉപാസനയോ കൂടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനമാണ് കൈവല്യ കാരണം. നതു ജ്ഞാനസഹിത കർമ്മോപ ഉപാസനാവ. ജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന കർമ്മമോ ഉപാസനയോ കൈവല്യത്തിന് കാരണമല്ല. ഇതിന്റെ പ്രമാണം എടുത്ത് കാണിക്കുകയാണ് ടീക്കയില്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് ഇത്തി അവധാരണേന ഉക്തം പൂർവാർദ്ധേന. അതായത് യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് വിചാനതഃ. ഇത് പൂർവാർത്ഥം. രണ്ടർത്ഥവും 4 പാദങ്ങളുമാണ്. രണ്ടാമത്തെ അർത്ഥം എവിടെ തുടങ്ങും? തത്രക്കോ മോഹകശ്യോക ഏകത്വം അനുപശ്യത. ഇങ്ങനെ 2 അർത്ഥമാണ്. അപ്പൊ 1-ാം അർത്ഥത്തിന്റെ അർത്ഥം പറയാണ് യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് ഇതി. ഇപ്രകാരം എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്താണോ ഏതൊരു ആത്മാവിലാണോ സർവം ആത്മാവായി പോയത്. സർവം എന്ന് പറഞ്ഞാൽ എന്താ? നാമരൂപാത്മകമായിരിക്കും ജഗത്ത്. സകല നാമരൂപാത്മകമായിരിക്കും ജഗത്തും ജ്ഞാനത്തോടുകൂടി ജ്ഞാനത്തിന്റെ സമയത്തിൽ ജ്ഞാനിക്ക് സകലവും ആത്മാവായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാല് പിന്നെ ഇവയ്ക്ക് അസ്തിത്വം ഇരിക്കത്തില്ല. ഇപ്രകാരം അവധാരണ നിശ്ചയേന ഉക്തം പൂർവാർദ്ധേന. നിശ്ചയിച്ചും കൊണ്ട് ജ്ഞാനമാണ് കാരണമെന്ന് നിശ്ചയിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഉത്തരാർദ്ധേന ച ശ്ലോകത്തിന്റെ ഉത്തരാർദ്ധത്തിലൂടെ സംസാര നിവൃത്തി ഫലമുക്തം. അപ്പൊ ഇവിടെയും 2 എണ്ണം വേണം. 15-ാം നമ്പർ ടിപ്പണിയില് 15-ാം നമ്പർ ടിപ്പണി കാണും. ഉക്ത ഭേദ ഉപമർദ്ദകത്വം ആത്മീകത്വ വിജ്ഞാനസ്യ കേന അവഗതം. 2 കാരണമാണ്. ഒന്ന്, ഈ സാധ്യസാധന ഭേദത്തിന്റെ ഉപമർദ്ദനം. ഇത് ജ്ഞാനത്താൽ എങ്ങനെ ഉണ്ടായി? ജ്ഞാനത്താൽ ഉണ്ടായി എന്ന് എങ്ങനെ മനസ്സിലായി? ഉക്തഭേദ ഉപമർദ്ദകത്വം ആത്മീകത്വ വിജ്ഞാനസ്യ. ആത്മീകത്വ വിജ്ഞാനത്തില് പറയപ്പെട്ടിരിക്കുന്ന ഭേദ നാശകത്വം എന്ന് പറഞ്ഞാല് പറയപ്പെട്ടിരിക്കുന്ന ഭേദത്തിന്റെ നാശകനാണ് ആത്മീകത്വ വിജ്ഞാനം എന്നുള്ളത്. കേന അവഗതം, കേന ദ്വാരേണ, ഏത് കാരണത്താൽ ജ്ഞാതമായി നിങ്ങൾക്ക്? അതിനുത്തരം പറഞ്ഞതാണ് ഭാഷ്യത്തിൽ ടീക്കയില് 15-ാം നമ്പർ ടിപ്പണി എവിടെ എഴുതി നോക്ക്. ആത്മേവ അഭൂതിത്യ അവധാരണേന ഉക്തം. സർവം ആത്മേവ അഭൂത്, സകലവും ആത്മാവായിരിക്കുന്നുവോ? ജ്ഞാനത്തോടുകൂടി സകലം ആത്മാവായിരിക്കുന്നുവോ? സകലം ആത്മാവായി കഴിഞ്ഞാൽ ഇനി അവിടെ സാധ്യസാധന ഭേദം നിലനിൽക്കുവോ? ഇല്ല. ഇല്ല. സാധ്യമായിരിക്കുന്ന കൈവല്യവും സാധനമായിരിക്കുന്ന നേരിട്ട് അന്വേഷിച്ച സാധനമായിരിക്കുന്ന സാധ്യം. ഇവിടെ ഇപ്പൊ ടീക്കയില് സാധ്യം എന്നുള്ളത് നമ്മൾ മോക്ഷം എടുത്തു. അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ട് അന്വയിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ അന്വയിക്കാം. എന്ത്? സാധ്യമായിരിക്കും സ്വർഗാദികളും സാധനമായിരിക്കുന്ന യാഗാദികളും എല്ലാം ആത്മീകത്വ വിജ്ഞാനത്തോടുകൂടി നഷ്ടപ്പെടും. പക്ഷെ ഇവിടെയുള്ള അന്വയത്തിനനുസരിച്ച് സാധ്യം എന്നുള്ളത് കൈവല്യവും സാധനം എന്നുള്ളത് സമുച്ചയവും ഇതുപോലും ആത്മീകത്വ വിജ്ഞാനത്തോടുകൂടി നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താ? സകല ഭേദത്തിന്റെ ഉപമർദ്ദകനാണ് ആത്മീകത്വ വിജ്ഞാനം. അങ്ങനെ ഇരിക്കെ സാധ്യസാധന ഭേദം പോലും നിലനിൽക്കത്തില്ല. എല്ലാ ഭേദത്തിന്റെയും നാശകനല്ലേ. അപ്പൊ സാധ്യസാധന ഭേദത്തിനെ അവശേഷിപ്പിക്കുകയോ? അതുമില്ല. അപ്പൊ സാധ്യസാധന ഭേദത്തെ നശിപ്പിച്ചുകൊണ്ടാണ് ആത്മാ ഏകത്വ വിജ്ഞാനം ഉണ്ടാവുന്നത്. അവിടെ സാധന രൂപത്തിൽ ഏതായിരുന്നു ഇരുന്നത്? സമുച്ചയമായിരുന്നു. ജ്ഞാനത്തോടുകൂടി ഈ സമുച്ചയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണോ കർമ്മം ചെയ്യുക? കർമ്മം ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടുന്ന നിനക്ക് സമുച്ചയം കിട്ടുക? പിടികിട്ടിയ സംഭവം ഇത്? ഏത് പിടികിട്ടിയോ? കുറച്ച് ജടിലമാണിത്. ഫലമാണ് കൈവല്യം, ഹേതുവാണ് സമുച്ചയം. സമുച്ചയം ആർക്കാതിരിക്കുന്നത്? ജ്ഞാനിക്ക്. അപ്പൊ ജ്ഞാനം ഉണ്ടായ ശേഷം കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ജ്ഞാനകർമ്മ സമുച്ചയം കിട്ടൂ. പക്ഷേ ജ്ഞാനത്തോടുകൂടി ഹേതു സാധ്യരൂപ ഭേദം നഷ്ടപ്പെട്ടു പോകും. ഹേതു സാധ്യരൂപ ഭേദം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനാനന്തരം ആരിരിക്കത്തില്ല? സമുച്ചയത്തില് ഹേതുത്വം ഇരിക്കത്തില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് സമുച്ചയത്തെ മനസ്സിലാക്കാൻ പറ്റുക? ഇതൊന്ന്. ടീക്കേ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ടീക്കയില് ആത്മീവാഭൂതി ഇത് അവധാരണേന ഉക്തം പൂർവാർദ്ധേന. ഇത്രയും ഭാഗം ഉണ്ടതിൽ. ഇനി എന്ത് ചെയ്യുക? കോമേട്ടോ. ഉത്തരാർദ്ധേന ച. ഉത്തരാർദ്ധം എവിടെയുള്ളത്? തത്ര കോ മോഹകശ്യോക ഏകത്വം അനുപശ്യത. ഈ ഉത്തരാർദ്ധത്തിലൂടെ എന്താ പറയുന്നത്? ഉത്തരാർദ്ധേന ച സംസാര നിവൃത്തി ഫലമുക്തം. അതിന്റെ ഫലമാണ് സംസാരത്തിന്റെ നിവൃത്തി. നിങ്ങളൊന്ന് 16-ാം നമ്പർ ടിപ്പണി കൂടി നോക്ക്. തഥാവിധമവിജ്ഞാനം ഫലോത്പാദനെ സഹകാരി സാപേക്ഷമിത്യപി മനോരഥമാത്രമിത്യാശയനാഹ. തഥാവിധമവിജ്ഞാനം, അതായത് ഭേദത്തിനെ നാശിപ്പിക്കുന്ന ഈ ജ്ഞാനം ഫലോത്പാദനെ. ഫലം എന്താണ് ഇവിടെ? കൈവല്യം. അപ്പോൾ ജ്ഞാനം കൈവല്യത്തെ ഉത്പാദിപ്പിക്കാനായിട്ട് സഹകാരി സാപേക്ഷം, സഹകാരി കാരണത്തെ അപേക്ഷിക്കും. അവിടുത്തെ സഹകാരി കാരണം ആരെന്നാണ് പൂർവപക്ഷ അഭിപ്രായം?
കർമ്മം. അപ്പൊ കർമ്മമായിരിക്കുന്ന സഹകാരി കാരണത്തെ അപേക്ഷിക്കുന്നുണ്ട്. സഹകാരി സാപേക്ഷം ഇത്യപി. അപ്പൊ എന്ത് പറ്റും? ജ്ഞാനം ഫലത്തെ കൊടുക്കാനായിട്ട് കർമ്മം എന്നുള്ള സഹകാരി അപേക്ഷിക്കുന്നതിനാല് ജ്ഞാനിയും ജ്ഞാനാനന്തര കർമ്മം ചെയ്യണം. എങ്കിൽ മാത്രമേ കൈവല്യം സമ്പന്നമാകത്തുള്ളൂ. ഇതുപോലും മനോരഥം മാത്രം. നിന്റെ മനോരഥമാണിത്, നടക്കാത്ത കാര്യമാണിത്, മനസ്സിന്റെ രഥമാണിത്, യഥാർത്ഥ രഥമല്ല എന്നുള്ള ആശയത്തോടു കൂടി ടീക്കയിൽ പറയാണ് സംസാര നിവൃത്തി ഫലമുക്തം ഉത്തരാർദ്ധേന. സംസാര നിവൃത്തി എങ്ങനെയാ കാണുന്നത്? കമോഹ കശോക എന്ന് ആക്ഷേപം ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് ശോകമോഹമായിരിക്കും, സംസാരമില്ല. അപ്പൊ എന്ത് പറ്റി? ശോകമോഹമായിരിക്കും സംസാരം ഏതിനോടുകൂടി സംഭവിച്ചു? ജ്ഞാനത്തോടുകൂടി സംഭവിച്ചു. പശ്യതഹ എന്ന് പറഞ്ഞ അറിഞ്ഞവന് ശോകമോഹങ്ങളില്ലെന്നാ. അപ്പൊ അറിവോടുകൂടി ശോകമോഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അറിവ് ശോകമോഹ നാശമായിരിക്കുന്ന മുക്തിക്ക് വേണ്ടിയിട്ട് കർമ്മത്തെ ആശ്രയിക്കുകയോ? അതായത് കൈവല്യത്തെ പ്രദാനം ചെയ്തും കൊണ്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത്. ആയ സ്ഥിതിക്ക് ആ ജ്ഞാനം കൈവല്യത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് കർമ്മത്തെ അപേക്ഷിക്കുകയോ? ഇല്ല. ആയതിനാൽ ഇനി ടീക്ക നോക്കിയോ. തന്ന അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനം ഇല്ല. എന്തില്ല? ശ്രൗതേന സ്മാർത്തേന വാ കർമ്മണ കേനചിത് അമൂഢ സമുച്ചിശതി. അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനത്തെ ശ്രൗതമായിരിക്കുന്ന കർമ്മത്താലോ അഥവാ സ്മാർത്ഥമായിരിക്കുന്ന കർമ്മത്താലോ, കർമ്മം മാത്രമല്ല കേട്ടോ, ഉപാസന എടുത്തോളണം. അമൂഢ മൂഢതയില്ലാത്തവൻ ഒരിക്കലും സമുച്ചയം നടത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.